നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അടങ്ങാത്ത പ്രതിഷേധം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കലക്ടർ രാജിവെക്കണമെന്ന ആവശ്യം. പ്രതിഷേധവുമായി BJP യുവമോർച്ച KSU പ്രവർത്തകർ കലക്ടറേറ്റിലെത്തി. CCTV ദൃശ്യങ്ങളിൽ വ്യക്തതയില്ല. പ്രശാന്തൻ ക്വാർട്ടേഴ്സിന് സമീപം എത്തിയതല്ലാതെ കൈക്കൂലി നൽകുന്നതായി കണ്ടെത്തിയിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുന്നു. K. രാഘവൻ മാസ്റ്റർ പുരസ്കാരം സംഗീത സംവിധായകൻ M. ജയചന്ദ്രന് അർഹനാക്കിയത് സംഗീത ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്ത്. പുരസ്കാരം 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നത്. വാർത്തകൾ വിശദമായി. കലക്ടറേറ്റിൽ BJP യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. കലക്ടർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടത്തിയത്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്ക് കണ്ണൂർ ജില്ലാ കലക്ടർ ഒത്താശ ചെയ്തതായും പ്രവർത്തകർ ആരോപിച്ചു. ഈ കാരണത്താൽ കലക്ടർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കണ്ണൂർ കലക്ടറേറ്റിൽ BJP യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തി പ്രതിഷേധിച്ചത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അരുൺ ഭരത്, BJP ജില്ലാ സെക്രട്ടറി അരുൺ കൈതപ്രം, ബിനിൽ, ജിജേഷ്, നിഷാന്ത്, യുവമോർച്ച ജില്ലാ സെക്രട്ടറി അർജുൻ KV, ജിതിൻ PP, റിജിൻ ചക്കരക്കല്ല്, വിഷ്ണു പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. അതേസമയം കലക്ടർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് KSU പ്രവർത്തകരും രംഗത്തെത്തി. കലക്ടറേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ താൻ ക്ഷണിച്ചിട്ടില്ലെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ. കലക്ടർ ക്ഷണിച്ചിട്ടാണോ PP ദിവ്യ യാത്രയപ്പ് യോഗത്തിന് എത്തിയത് എന്ന ചോദ്യത്തിന് ഇതോടെ ഉത്തരമായി. പരിപാടി നടത്തുന്നത് കലക്ടറല്ല, സ്റ്റാഫ് കൗൺസിലാണെന്നായിരുന്നു അരുൺ K. വിജയന്റെ ഉത്തരം. താനല്ല പരിപാടിയുടെ സംഘാടകനെന്നും അതിനാൽ ആരെയും ക്ഷണിക്കേണ്ടതില്ല എന്നുമായിരുന്നു അരുൺ K. വിജയന്റെ വെളിപ്പെടുത്തൽ. കളക്ടർ ക്ഷണിച്ചിട്ടാണ് യാത്രയപ്പ് യോഗത്തിന് പോയതെന്ന ദിവ്യയുടെ വാദങ്ങൾ പൊളിക്കുന്നതാണ് ഇപ്പോൾ കളക്ടർ നേരിട്ട് നൽകിയിരിക്കുന്ന പ്രതികരണം. ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള മരണം അത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. ഫാമിലിയുടെ ഗ്രീഫിൻ്റെ കൂടെ ഇവിടെയുള്ള കലക്ടറേറ്റിലുള്ള എല്ലാ വ്യക്തികളുടെ കൂടെ തന്നെ ഞാനും പങ്കുചേരുന്നുള്ളതാണ്. ഞാൻ പത്തനംതിട്ടയിൽ ഈ ചടങ്ങിന് പങ്കെടുക്കാൻ പോയിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഈ കാര്യം ആണ് ആദ്യം എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇന്ന് ഇപ്പോൾ ചോദ്യങ്ങളുള്ളതും അതേപോലെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള കാര്യത്തിൽ മിക്ക മാറ്ററുകളും സബ് ജുഡീസാണ്. ബെയിൽ അപ്ലിക്കേഷൻ പെൻഡിംഗ് ഉണ്ട്. അതേപോലെ തന്നെ അണ്ടർ ഇൻവെസ്റ്റിഗേഷനാണ്, പോലീസ് ഇൻവെസ്റ്റിഗേഷനാണ്. ഒരു സിവിൽ സർവൻ്റ് എന്നുള്ള രീതിയിൽ അതിൽ കമൻറ്റ് ചെയ്യാനുള്ളൊരു റെസ്ട്രിക്ഷനും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സഹകരിക്കണം എന്നാണ് പറയാനുള്ളത്. അല്ല, അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എൻക്വയറി ഓഫീസറുടെ അടുത്തും എൻ്റെ IOയുടെ അടുത്തും പറയുന്നുള്ളതാണ് പറയാനുള്ളത്. ഈ പ്രോഗ്രാം നടത്തുന്നത് കളക്ടറല്ല, അത് സ്റ്റാഫ് കൗൺസിലാണ്. അപ്പോൾ അവരായിട്ട് നിങ്ങൾക്ക് വെരിഫൈ ആവുന്നതാണ് അതിൻ്റെ കാര്യങ്ങൾ. അത് ഞാനായിട്ട് അതിലൊരു കമൻറ്റ് പറയുന്നില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് സബ് ജുഡീസാണ്. ആ കാര്യത്തിൽ കളക്ടർ ഇപ്പോൾ പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല 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 അത് ചെക്ക് ചെയ്യാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതെ 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 അതെ, അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സാറല്ല സംഘാടകൻ എന്ന നിലയ്ക്ക് സാർ ക്ഷണിക്കേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, അത്രയും കൺഫേം ചെയ്യും. അതൊരു പബ്ലിക് ഫംഗ്ഷനാണ്, അതിൻ്റെ ഓൾറെഡി ഐറ്റിനറിയിലാണ്. അതിൻ്റെ റെക്കോർഡ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുകൊണ്ട് ഓൾറെഡി ഫംഗ്ഷനുണ്ട്, ഫംഗ്ഷൻ പങ്കെടുത്തിട്ടുണ്ട്. ശരി, അതായത് സാർ ക്ഷണിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കാര്യത്തിൽ ഇതൊരു ഇൻവെസ്റ്റിഗേഷനുള്ള മാറ്ററാണ്. അതും ഇൻവെസ്റ്റിഗേഷനുള്ള മാറ്ററാണ്. കമന്റ് ചെയ്യാൻ പൊതുസമൂഹം ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്ന സ്ഥിതിക്കാണ്. അതായത് ദിവ്യ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ താങ്കൾ ക്ഷണിച്ചിട്ടോ അല്ലാതെയോ, ക്ഷണിച്ചിട്ടല്ല വന്നെന്ന് സാർ പറഞ്ഞു കഴിഞ്ഞു. ആ ദിവ്യ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ അങ്ങ് എന്തുകൊണ്ട് ഇതൊന്നും തടഞ്ഞില്ല എന്നതാണ് പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് എൻക്വയറി അന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻക്വസ്റ്റ് അടക്കം ഉള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, FIR അടക്കം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ നിൽക്കുന്ന മാറ്ററിൽ ഒരു ഓഫീസർ എന്നുള്ള രീതിയിൽ അത് കമൻറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. കത്ത് കൊടുത്തത് ഫാമിലിയോടുള്ള അവരോടുള്ള ഒരു എമ്പതി കാരണം കൊണ്ടാണ്. ഞാൻ അവർക്കുള്ള വിഷമത്തോടു കൂടി തന്നെ ഞാൻ കൂടെ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട്. അതൊരു താങ്കളുടെ കുറ്റസമ്മതം കൂടിയല്ലേ യഥാർത്ഥത്തിൽ? അല്ല, അങ്ങനെയല്ല. അത് ഒരു വിഷമത്തിൻ്റെ കണ്ടോളൻസ് മെസ്സേജാണ് ഞാൻ കൊടുത്തത്.
താങ്കൾക്കെതിരെ കുടുംബം മൊഴി കൊടുക്കുന്നു. അത് നടക്കട്ടെ, അത് ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് പ്രൊസീജിയറുകളെല്ലാം നടക്കട്ടെ. മൊഴി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും എടുക്കും, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും, അത് വരട്ടെ. ജീവനക്കാർക്ക് പോലും താങ്കളന്ന് ഇടപെടേണ്ടതെന്നായിരുന്നു അത് ഞാൻ സംസാരിക്കുന്നുണ്ട്, സ്റ്റാഫുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സ്റ്റാഫിന്റെ സംശയങ്ങൾ മാറ്റും, ദൂരീകരിക്കും. യെസ് യെസ്. അത് ഞാൻ പറഞ്ഞല്ലോ, അതും എൻക്വയറിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് അത് കാര്യങ്ങൾ പറയും. ഇനി അതിലൊരു കാര്യം, അത് പ്രോട്ടോക്കോളുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കറുടെ അടക്കം പ്രോട്ടോക്കോളുള്ള ഒരു ഹയർ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ആണെന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ തടയുന്നതും എല്ലാം ശരിയല്ല. ലീവ് അപ്ലിക്കേഷൻ്റെ കാര്യം അതെല്ലാം ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അത് ഗവൺമെൻറ് നൽകിയിട്ടുണ്ടോ? ഇല്ല, ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. മാറ്റിയതല്ല, എൻ്റെ പ്രിലിമിനറി റിപ്പോർട്ട് ഞാൻ കൊടുത്തു. അതിലെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടിന് അഡീഷണൽ LRC വരുന്നുണ്ട്. ഇതുവരെ സ്റ്റേറ്റ്മെൻറ്റിൽ ആയിട്ടില്ല, അത് വരും. ഇമ്മീഡിയറ്റ്ലി അത് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുക്കും. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിനാൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാണെന്നും അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നും അരുൺ കെ വിജയൻ പറഞ്ഞു. മരിച്ച നവീൻ ബാബുവിന്റെ കുടുംബത്തിന് കത്തയച്ചത് ഒരു കുറ്റസമ്മതമല്ലെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് അറിയിക്കാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ADM കെ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിന് സമീപം പരാതിക്കാരനായ TV പ്രശാന്തൻ എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ADM നവീൻ ബാബു നടന്നുവരുന്നതും പിന്നിൽ ഇരുചക്ര വാഹനത്തിൽ അഴിമതി ആരോപണം നടത്തിയ പ്രശാന്തൻ വരുന്നതും ദൃശ്യത്തിൽ കാണാം. ഒക്ടോബർ 6-ാം തീയതിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:45ഓടെ ക്വാർട്ടേഴ്സിന് സമീപത്തുള്ള സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിന് മുൻപിലുള്ള റോഡിൽ വെച്ച് ഇരുവരും സംസാരിക്കുന്നുണ്ട്. ഒക്ടോബർ 6-ന് ADMന് പണം കൈമാറിയെന്നായിരുന്നു പ്രശാന്തൻ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ വളരെ കുറച്ചു നേരം മാത്രം നീണ്ടു നിൽക്കുന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പണമോ മറ്റു വസ്തുക്കളോ കൈമാറുന്നതോ ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. പെട്രോൾ പമ്പിന് എതിർപ്പില്ലാത്ത രേഖ നൽകാൻ ADM നവീൻ ബാബു 1 ലക്ഷം രൂപ ചോദിച്ചെന്നും 98,500 രൂപ നൽകിയെന്നുമായിരുന്നു TV പ്രശാന്തന്റെ ആരോപണം. 6 മാസമായി ഈ ആവശ്യത്തിനായി കലക്ട്രേറ്റിൽ കയറി ഇറങ്ങുകയാണ്. ഫയൽ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ADM നീക്കിവെക്കുകയായിരുന്നു. പിന്നീട് പലതവണ ADMനെ കണ്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല. തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ കണ്ട് ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചത്. ഇവർ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടും നടന്നില്ലെന്നും പ്രശാന്തൻ ആരോപിച്ചിരുന്നു. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ചിറക്കൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കുന്ന് അച്യുത് വില്ലയിൽ മഹിളാ സാഹസ് ക്യാമ്പ് 24 നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാർക്കും ജില്ലാ ഭാരവാഹികൾക്കും ആലുവായിൽ വെച്ച് ക്യാമ്പ് കൊടുത്തതിന് ശേഷമാണ് ബ്ലോക്ക് തലത്തിൽ മഹിളാ കോൺഗ്രസിന്റെ ക്യാമ്പ് നടത്താൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ബ്ലോക്കുകളിലും ഇത്തരത്തിലുള്ള ക്യാമ്പ് നടന്നു വരികയാണ്. നാളെ 3-4 ക്യാമ്പുകളും നാളെ ബ്ലോക്ക് ക്യാമ്പുകൾ നടക്കുകയാണ്. വളരെ അടുക്കൽ ചുറ്റോടുകൂടിയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ജില്ലയിൽ സംഘടിപ്പിച്ചു വരുന്നത്. ഉഷാകുമാരിക്ക് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് കൂക്കിരി രാജേഷ് നടത്തി. രജനി രാമാനന്ദ് മുഖ്യ അതിഥിയായി. DCC ജനറൽ സെക്രട്ടറിമാരായ CV സന്തോഷ്, രജിത് നാറാത്ത്, ഉഷാകുമാരി KK, MV ലത, സിന്ധു K, വസന്ത, ആശ PT എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ PC വിജയരാജൻ ക്ലാസ് എടുത്തു. CV ഗിരിജ സ്വാഗതവും ശ്രീജ K നന്ദിയും പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സെക്ഷൻ 2 പരിപാടിയിൽ ജലജ OPയുടെ അധ്യക്ഷതയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. KPCC മുൻ മെമ്പർ K പ്രമോദ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ER വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. തങ്കമ്മ വേലായുധൻ, ഷൈജ M, കല്ലിക്കോട് രാഗേഷ്, കാട്ടാമ്പളി രാമചന്ദ്രൻ, ആഷിത് അശോകൻ, രാധാകൃഷ്ണൻ, വസന്ത് പള്ളിയാമൂല, KP വസന്ത എന്നിവർ സംസാരിച്ചു. K ഗീത സ്വാഗതവും ശൈല AV നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. അടങ്ങാത്ത പ്രതിഷേധം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കലക്ടർ രാജിവെക്കണമെന്ന ആവശ്യം. പ്രതിഷേധവുമായി BJP യുവമോർച്ച KSU പ്രവർത്തകർ കലക്ടറേറ്റിലെത്തി.
CCTV ദൃശ്യങ്ങളിൽ വ്യക്തതയില്ല. പ്രശാന്തൻ ക്വാർട്ടേഴ്സിന് സമീപം എത്തിയതല്ലാതെ കൈക്കൂലി നൽകുന്നതായി കണ്ടെത്തിയിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുന്നു. കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം സംഗീത സംവിധായകൻ M ജയചന്ദ്രന് അർഹനാക്കിയത് സംഗീത ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് പുരസ്കാരം 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നത്. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ഇപ്പൊ മൈജിയിൽ സൂപ്പർ EMIയുടെ കാലമാണ്. ദിവസേന ചെറിയ തുകകൾ മാറ്റിവെച്ചോ മാസാമാസമോ EMI അടച്ച് സ്വപ്നത്തിലുള്ള ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വന്തമാക്കാം. വാങ്ങുമ്പോഴേ നല്ലത് തന്നെ വാങ്ങണം, കാരണം ഇത് ഫ്യൂച്ചറിലേക്കും കൂടി ഉള്ളതല്ലേ. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസ് സ്റ്റോർ. വാർത്തകൾ തുടരുന്നു. അംബേദ്കർ പഠന കേന്ദ്രം ഓഫീസ് ഉദ്ഘാടനവും അനുമോദന സദസ്സും നാളെ കാലത്ത് 10 മണിക്ക് തെക്കി ബസാർ ഗുരുഭവൻ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കലാ കായിക രംഗത്ത് ശോഭിച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അവർക്ക് തുടർ പരിശീലനത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്ന് ഇവിടെ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്താൻ കാരണം നമ്മൾ അംബേദ്കറേഴ്സ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു അംബേദ്കർ പഠന കേന്ദ്രം കണ്ണൂർ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം 20-ാം തീയതി രാവിലെ 10 മണിക്ക് കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ്. ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ശ്രീ ബാബു സാറാണ് ഉദ്ഘാടനം നടത്തുന്നത്. അതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ധന്യരാമൻ ആണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത്. പിന്നെ വിവിധ സംഘടനാ നേതാക്കന്മാരും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടി ഗംഭീര വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും നമ്മൾ നടത്തി വരികയാണ്.
അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട അംബേദ്കർ പഠന കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ നമ്മളുടെ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് PSC കോച്ചിങ്, സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. കുട്ടികളെയും യുവതി യുവാക്കളെയും വിവിധ മത്സര പരീക്ഷകൾക്ക് സജ്ജരാക്കുക, കലാകായിക രംഗത്ത് ശോഭിച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് തുടർ പരിശീലനത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുക തുടങ്ങിയവയാണ് പഠന കേന്ദ്രത്തിന്റെ പ്രധാന ഉദ്ദേശങ്ങളെന്ന് ഭാരവാഹികളായ ശശി കാപ്പുറം, സന്തോഷ് തെക്കൻ, P. സുലോചന, സത്യൻ ആരംഭൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കരാർ ബാങ്കിന്റെ നവീകരിച്ച തോട്ടട ശാഖ പ്രവർത്തനം ആരംഭിച്ചു. പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സഹകരണ പ്രസ്ഥാനം നാടിൻ്റെ അമൂല്യമായ സമ്പത്താണ്. പ്രത്യേകിച്ച് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇന്ത്യക്കാകമാനം അഭിമാനിക്കാവുന്നതാണ്. നമ്മുടെ സമ്പദ്ഘടനയുടെ പ്രധാന ഘടകമാണ് സഹകരണ മേഖല. നോട്ടു നിരോധന കാലത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും സാമ്പത്തികമായി പ്രയാസത്തിലായപ്പോൾ കേരളത്തെ അത് ബാധിച്ചില്ല എന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കാം. ബാങ്കിംഗ് സംവിധാനം ആയാലും ആശുപത്രികളായാലും മെഡിക്കൽ കോളേജ് ആയാലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നാലും ഇവയെല്ലാം ഏറ്റെടുക്കുവാനും നടപ്പിലാക്കുവാനും കഴിയുന്ന സംഘാടക കരുത്തും കഴിവും സഹകരണ മേഖലക്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൈകാര്യം ചെയ്യുന്ന രജിസ്ട്രേഷൻ വകുപ്പ് 10,000 രേഖകൾ മലവെള്ളപ്പാച്ചിൽ ജീവൻ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, യുവജാലങ്ങൾ, ഉൽപ്പന്നങ്ങൾ ആ സന്ദർഭത്തിൽ രേഖകൾ ഒഴിക്കും. അതുമായി ബന്ധപ്പെടുന്ന രജിസ്ട്രേഷൻ രേഖകൾ, ഭൂരേഖകൾ തുടങ്ങിയില്ലെങ്കിൽ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി P. കവിത സ്വാഗതം പറഞ്ഞു. കരാർനഗം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P. K. പവിത്രൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ അഷ്റഫ് CP നിക്ഷേപം സ്വീകരിച്ചു. ലോക്കർ ഉദ്ഘാടനം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് ലതീഷ് K. നിർവഹിച്ചു. M. K. മുരളി, N. ബാലകൃഷ്ണൻ മാസ്റ്റർ, P. പ്രകാശൻ, O. P. രവീന്ദ്രൻ, ഷീന N. K., പുതുക്കുടി വിനോദ്, C. ലക്ഷ്മണൻ, K. പ്രദീപൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഡയറക്ടർ ഷംസുദ്ദീൻ T. K. നന്ദി പ്രകാശനവും നടത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. K. രാഘവൻ മാസ്റ്റർ പുരസ്കാരം M. ജയചന്ദ്രന്. സംഗീത ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മാനിച്ചാണ് ജയചന്ദ്രനെ തിരഞ്ഞെടുത്തതെന്ന് ഫൗണ്ടേഷൻ പ്രസിഡന്റ് VT മുരളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കഴിഞ്ഞ തവണത്തെ ഞങ്ങളുടെ പുരസ്കാരം കണ്ണൂർ വെച്ചിട്ടാണ് കൊടുത്തത്. കഴിഞ്ഞ തവണ ഞങ്ങൾ ക്ലാസിക്കൽ മ്യൂസിക്കിനാണ് കൊടുത്തത്. പ്രൊഫസർ കുമാര കേരളവർമ്മ എന്ന സംഗീതജ്ഞനാണ് കഴിഞ്ഞ തവണ നമ്മൾ ജവഹർ ലൈബ്രറിയിൽ വെച്ചിട്ട് കൊടുത്തത്. അതിന് മുമ്പേ 3 പുരസ്കാരങ്ങൾ കൊടുത്തത്. ഒന്ന് ശ്രീകുമാരൻ തമ്പി സാറിനായിരുന്നു, അത് തിരുവനന്തപുരത്ത് വെച്ചാണ് കൊടുത്തത്. രണ്ടാമത്തെ പുരസ്കാരം വിദ്യാധരൻ മാഷക്ക് തൃശ്ശൂരിൽ വെച്ച് നൽകി. മൂന്നാമത്തെ പുരസ്കാരം P. ജയചന്ദ്രന് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് നൽകി. അതിനിടയ്ക്ക് ഫൗണ്ടേഷൻ കുറേ പല പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ തവണത്തത് കിട്ടി എന്നാൽ ഞാനത് പറയാം. ശ്രീ M. ജയചന്ദ്രനാണ് നമ്മൾ ഇത്തവണത്തെ പുതിയ തലമുറയിലെ വളരെ ശക്തനായ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് M. ജയചന്ദ്രനാണ് ഇത്തവണത്തെ അവാർഡ് നൽകിയിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഈ അവാർഡ് നിർണയ കമ്മിറ്റിയായിട്ട് വെച്ചിട്ടുള്ളത് ഒന്ന് വിദ്യാധരൻ മാഷാണ്, മറ്റൊന്ന് റഫീഖ് അഹമ്മദാണ്, കവി റഫീഖ് അഹമ്മദാണ്, മൂന്നാമത് പ്രശാന്ത് കൃഷ്ണൻ, നമ്മുടെ ഈ സമ്മേളനത്തിൽ നേരത്തെ സംസാരിച്ച ആൾ തന്നെയാണ്. മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ അനശ്വര സംഗീതജ്ഞൻ K. രാഘവൻ മാസ്റ്ററുടെ പേരിൽ രാഘവൻ മാസ്റ്റർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ പുരസ്കാരത്തിന് സംഗീത സംവിധായകൻ M. ജയചന്ദ്രനെ തിരഞ്ഞെടുത്തു. സംഗീത ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മാനിച്ചാണ് വിദ്യാധരൻ മാസ്റ്റർ, റഫീഖ് അഹമ്മദ്, ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ എന്നിവരടങ്ങിയ സമിതി ജയചന്ദ്രനെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തതെന്ന് ഫൗണ്ടേഷൻ പ്രസിഡന്റ് TV മുരളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചെമ്പിലോട് മണ്ഡലം 40ാം വാർഷിക സമ്മേളനം ചക്കരക്കൽ ചോയ്സ് ഹാളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. K. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു മണ്ഡലം സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്പർമാരുടെ ഒരു പ്രാഥമിക കടമയാണ്. കാരണം മറ്റ് നിയോജക മണ്ഡലം സമ്മേളനങ്ങളായിക്കോട്ടെ, മറ്റുള്ള സമര പരിപാടികളിലായിക്കോട്ടെ ഒന്നും തന്നെ നമ്മൾ സാധാരണ മെമ്പർമാരെ അധികമായിട്ട് ആരെയും നിർബന്ധിക്കാറില്ല. കാരണം ഒരു മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ നമ്മളിവിടെ 100-200 ആളുകളുള്ള ഈ ഒരു മണ്ഡലത്തിൽ മെമ്പർഷിപ്പുള്ള മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ പ്രക്ഷോഭ പരിപാടികളിലെല്ലാം
വളരെ കുറഞ്ഞ ആളുകളെ സാധാരണ പങ്കെടുക്കാറുണ്ടായിരുന്നു. കാരണം എല്ലാവരും നിർബന്ധിക്കാർക്ക് പല തരശ്രമങ്ങൾ കൊണ്ട് ആർക്കും വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഒരു മണ്ഡലം സമ്മേളനം നടക്കുമ്പോൾ ആ മണ്ഡലം സമ്മേളനത്തിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ എല്ലാവരും എത്തിപ്പെടാനും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും എന്നുള്ള അവസരമായി. മണ്ഡലം പ്രസിഡന്റ് KC ചന്ദ്രശേഖരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രവീന്ദ്രൻ കോയോടൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന അപ്ലറ്റ് കമ്മിറ്റി ചെയർമാൻ P. രാഘവൻ മാസ്റ്റർ പുതിയ അംഗങ്ങൾക്ക് വരവേൽപ്പ് നൽകി. K. രാഘവൻ, MP കൃഷ്ണദാസ്, CT സുരേന്ദ്രൻ, TV ഭാർഗവൻ, KK ഹരീന്ദ്രൻ മാസ്റ്റർ, രാജീവൻ ചിരുകണ്ടോത്ത്, TC രാജൻ, R. ദിനേശൻ, VK രവീന്ദ്രൻ, KK സുരേഷൻ, KP ലതിക, AV മോഹനൻ, PK സുരേന്ദ്രൻ, I. ഹരിദാസ്, NC രവീന്ദ്രൻ മാസ്റ്റർ, K. രമ ടീച്ചർ, വസന്ത നാവത്ത്, N. വിജയൻ, O. ശ്രീലത ടീച്ചർ, TV രാജീവൻ, VV പുരുഷോത്തമൻ, സദാനന്ദൻ ചാലാടൻ, VK അബ്ദുൽ ഖാദർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ നോർത്ത് ഉപജില്ലാ കായികമേള സമാപിച്ചു. 3 ദിവസങ്ങളിലായി തലശ്ശേരി VR കൃഷ്ണയ്യർ സ്മാരക സ്റ്റേഡിയത്തിൽ നടന്ന കായികമേളയുടെ സമാപന സമ്മേളനം കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ് നിർവഹിച്ചു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാലാണ് ഇത്തവണത്തെ ഉപജില്ലാ കായികമേള തലശ്ശേരി VR കൃഷ്ണയ്യർ സ്മാരക സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചത്. അവസാന ദിനമായി ഇന്ന് LP വിഭാഗത്തിന് മാത്രമായിരുന്നു മത്സരങ്ങൾ. LP മുതൽ ഹയർ സെക്കൻഡറി തലം വരെ 157 കായിക ഇനങ്ങളിലായി 2200ഓളം കായിക താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചു. LP വിഭാഗം സബ് ജില്ലാ തലത്തിൽ അവസാനിക്കുമ്പോൾ UP സീനിയർ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള മത്സരങ്ങൾ സംസ്ഥാന തലം വരെ ഉണ്ടായിരിക്കും. കായിക മത്സര ജേതാക്കൾക്ക് തത്സമയം ഗ്രൗണ്ടിൽ വെച്ച് തന്നെ പ്രമുഖ വ്യക്തികൾ സർട്ടിഫിക്കറ്റുകളും മെഡലുകളും സമ്മാനിക്കുന്നതോടൊപ്പം ഓരോ വിഭാഗത്തിലെയും ആൺ പെൺ വ്യക്തിഗത ചാമ്പ്യന്മാർക്കും ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന വിദ്യാലയങ്ങൾക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുന്നുമുണ്ട്. വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകർക്കും കായിക മത്സരങ്ങൾ നടത്തിയിരുന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ HM ഫോറം, മേള കമ്മിറ്റി, കായിക അധ്യാപകർ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കൃത്യമായ മുന്നൊരുക്കത്തോടെയാണ് മേള സംഘടിപ്പിച്ചത്. കായികമേളയുടെ സംഘാടനത്തെക്കുറിച്ച് HM ഫോറം സെക്രട്ടറി TK പ്രദീപൻ മാസ്റ്റർ സംസാരിച്ചു. തലശ്ശേരി നടത്തുമ്പോൾ ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു, എങ്ങനെയാണിത് പ്രയാസകരമായിട്ട് നടത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ള കാര്യം. പക്ഷേ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് തലശ്ശേരി 3 ദിവസങ്ങളിൽ കായികമേള നടത്താൻ വേണ്ടി സാധിച്ചു. അതിനെല്ലാ പിന്തുണയും നൽകിയത് HM ഫോറം കമ്മിറ്റിയും എല്ലാ ഹെഡ്മാസ്റ്റർമാരും അതുപോലെ എല്ലാ കായികാധ്യാപകരും അതുപോലെ നമ്മുടെ കണ്ണൂർ നോർത്തിലുള്ള മുഴുവൻ അധ്യാപകരും അതുപോലെ കുട്ടികളും എല്ലാവരുടെ സഹായത്തോടു കൂടിയാണ് ഈ മേള വലിയ വിജയപ്രദമാക്കാൻ സാധിച്ചിട്ടുള്ളത്. 3 ദിവസവും കുട്ടികൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഭക്ഷണ കമ്മിറ്റി കൺവീനർ മഹേഷ് മാസ്റ്റർ നേതൃത്വത്തിൽ ആ കാര്യം വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഹൈസ്കൂൾ HM ഫോറം, അതുപോലെ നമ്മുടെ LP UP HMs, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി HM ഫോറം, പ്രിൻസിപ്പൽ ഫോറം, ഇവരുടെ എല്ലാ സഹായത്തോടു കൂടിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ മെഡിക്കൽ ടീം വളരെ സുത്യർഹമായ സേവനമാണ് 3 ദിവസം നൽകിയിട്ടുള്ളത്. അപ്പോൾ മെഡിക്കൽ ടീമിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ചെറിയൊരു അപകടം പറ്റുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് അവർ പരിശോധിക്കുകയും ആവശ്യമായ പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. വലിയ അപകടം നമുക്ക് സംഭവിച്ചിട്ടില്ല, പക്ഷേ ചെറിയൊരു മുറിവുണ്ടാകുമ്പോൾ തന്നെ കൃത്യമായിട്ട്. സമാപന സമ്മേളനത്തിന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ OC പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. വിവിധ അധ്യാപക സംഘടനാ നേതാക്കളും വിദ്യാഭ്യാസ അധികൃതരും പങ്കെടുത്തു. HM ഫോറം സെക്രട്ടറി TK പ്രദീപൻ സ്വാഗതവും ജസ്റ്റിൻ ജയകുമാർ നന്ദിയും പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെയും മറ്റു വിദ്യാഭ്യാസ ഏജൻസികളുടെയും വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള AIFUCTOയുടെ നേതൃത്വത്തിലുള്ള മേഖലാതല പ്രതിഷേധ ധർണ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്നു. M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉച്ചഭക്ഷണം ലഭിക്കുന്ന കേന്ദ്രങ്ങളായി സർക്കാർ സ്കൂളുകൾ നിൽക്കുന്ന ഘട്ടത്തിൽ അത് നിർത്തലാക്കിക്കൊണ്ട് വിദേശ കോർപ്പറേറ്റുകൾക്കുൾപ്പെടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റുന്ന രീതിയിൽ രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സർക്കാർ മാറ്റുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതിയും ഇതുതന്നെയാണ്. ഇങ്ങനെ പാവപ്പെട്ടവനെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവനായും ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരായും മാറ്റുന്നു. ഈ തരത്തിലുള്ള സമീപനമാണ് വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. പ്രഭാത് പട്നായിക് ഈ വിദ്യാഭ്യാസ നയത്തെ വിലയിരുത്തിയത് പിന്നോട്ടുള്ള വലിയ കുതിച്ചുചാട്ടമെന്നാണ്. അദ്ദേഹത്തിന്റെ പരിഹാസ രൂപേണയുള്ള ഈ പരാമർശത്തിലെല്ലാം ഉണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ M. വിജിൻ MLA പറഞ്ഞു. രണ്ടാം വിദ്യാഭ്യാസ നയം പിന്നീട് അത് പല രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇതെല്ലാം നാം പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ഈ വിദ്യാഭ്യാസ നയങ്ങളോട് പൂർണ്ണമായ യോജിപ്പാണോ? വിയോജിപ്പുകളുണ്ട്. എങ്കിൽ പോലും കുറച്ചുകൂടി ജനാധിപത്യപരമായ സമീപനങ്ങൾ ഈ 2 വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. KUTC ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ പ്രസാദ് TK സ്വാഗതം പറഞ്ഞു. AKGCT സംസ്ഥാന സെക്രട്ടറി CT ശശി അധ്യക്ഷത വഹിച്ചു.
മുൻ ദേശീയ സെക്രട്ടറി പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. എ നിശാന്ത്, കെ ഷാജി, എ പി സുജുകുമാർ, ഡോക്ടർ പ്രിയ ടി കെ, പ്രത്യുഷ് പുരുഷോത്തമൻ, ഡോക്ടർ സി പ്രമോദ് എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ മഞ്ജുള കെ വി നന്ദി പ്രകാശനവും നടത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണ്ണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7280, പവന് 58,240 രൂപ, വെള്ളി 105 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടങ്ങാത്ത പ്രതിഷേധം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കലക്ടർ രാജിവെക്കണമെന്ന ആവശ്യം. പ്രതിഷേധവുമായി BJP യുവമോർച്ച KSU പ്രവർത്തകർ കലക്ടറേറ്റിലെത്തി. CCTV ദൃശ്യങ്ങളിൽ വ്യക്തതയില്ല. പ്രശാന്തൻ ക്വാർട്ടേഴ്സിന് സമീപം എത്തിയതല്ലാതെ കൈക്കൂലി നൽകുന്നതായി കണ്ടെത്തിയിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുന്നു. കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം സംഗീത സംവിധായകൻ M ജയചന്ദ്രന്. അർഹനാക്കിയത് സംഗീത ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്ത്. പുരസ്കാരം 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നത്. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.